മാറാക്കരയിൽ കേരളോത്സവം സംബന്ധിച്ച് ഡിവൈഎഫ്ഐ ആക്ഷേപം. UDF ഭരണസമിതിക്ക് കഴിവില്ലെങ്കിൽ കേരളോത്സവം നടത്താൻ ഡിവൈഎഫ്ഐ തയ്യാറാണെന്നും പ്രഖ്യാപനം. 2025-26 സാമ്പത്തിക വർഷത്തിലെ ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവം നടത്തുന്നതിൽ UDF ഭരണസമിതി പൂർണ്ണ പരാജയമാണെന്നും ഡിവൈഎഫ്ഐ മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. സെപ്റ്റംബർ 30-നകം പൂർത്തിയാക്കേണ്ട കേരളോത്സവം ഇപ്പോഴും ആരംഭിക്കാത്തത് മാറാക്കരയിലെ യുവജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. മാറാക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് 2025-26 വർഷത്തെ കേരളോത്സവം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അനാസ്ഥയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും അധികൃതരുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പരിഹരിച്ചുകൊണ്ട് അടിയന്തരമായി കേരളോത്സവം ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് സംഘടിപ്പിക്കുന്നതിന് പഞ്ചായത്ത് അധികൃതരും ഭരണസമിതിയും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഇന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു നിവേദനം സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ വലിയ രീതിയിൽ ഒരു പ്രദേശത്തെ യുവാക്കളുടെ കായികവും കലാപരവുമായ കഴിവുകളെ പ്രചോദിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി കേരളത്തിലെ യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് മാറാക്കരയ്ക്കകത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ പ്രതിഷേധാർഹമായ ഒരു സമീപനമാണ്. ആ സമീപനത്തോടുള്ള ഏറെ വിയോജിപ്പും പ്രതിഷേധവും ഡിവൈഎഫ്ഐ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അത് മാതൃകാപരമായി ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ട നടപടി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ഡിവൈഎഫ്ഐ അതിന്റെ നേതൃത്വമായി മാറി ഈ പ്രദേശത്ത് ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ട ഇടപെടൽ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. കേരളത്തിലെ മറ്റു പഞ്ചായത്തുകളിലൊട്ടാകെ കേരളോത്സവങ്ങൾ പൂർത്തിയായിട്ടും മാറാക്കരയിൽ ഇതുവരെ സമയക്രമം നിശ്ചയിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ഇന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം സമർപ്പിച്ചു. തനത് ഫണ്ടിൽ നിന്നും ചെലവഴിക്കേണ്ട കേരളോത്സവം അവഗണിക്കുന്ന സമീപനമാണ് UDF ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും ഭരണസമിതിക്ക് കഴിവില്ലെങ്കിൽ കേരളോത്സവം നടത്താനുള്ള ഉത്തരവാദിത്തം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും നേതാക്കൾ വ്യക്തമാക്കി. നേരത്തെ ഡിവൈഎഫ്ഐയുടെ മാറാക്കര മേഖലാ സെക്രട്ടറി പറഞ്ഞതുപോലെ മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ 2025-26 സാമ്പത്തിക വർഷത്തിലെ കേരളോത്സവം സർക്കാർ ഉത്തരവ് പ്രകാരം സെപ്റ്റംബർ 30-നകം അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവം അതിൻ്റെ ഷെഡ്യൂൾ തീരുമാനിച്ച് അതിൻ്റെ മത്സരക്രമം തീരുമാനിച്ച് നടത്താനുള്ള ഒരു നടപടി പോലും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഗ്രാമപഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്നും 1.5 ലക്ഷം രൂപ ചെലവഴിച്ച് നമുക്ക് ഈ കേരളോത്സവം നടത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിനൊരു ഒരു നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ 2 മേഖലാ കമ്മിറ്റികൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം സമർപ്പിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ തീർച്ചയായിട്ടും ഇത്തരം കേരളോത്സവങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയില്ലെങ്കിൽ അതിന് നേതൃപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് ഇവർക്ക് കഴിവില്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഈ കേരളോത്സവം നടത്താൻ തയ്യാറാണ് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഇവിടുത്തെ പൊതുജനങ്ങളോട് അഭിപ്രായപ്പെടാനുള്ളത്. പ്രതിഷേധ പരിപാടിയിൽ വാർഡ് മെമ്പർ റഷീദ് പാറമ്മൽ, ഡിവൈഎഫ്ഐ വളാഞ്ചേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KP അശ്വിൻ, കാടാമ്പുഴ മേഖലാ സെക്രട്ടറി ശ്യാംകുമാർ, മാറാക്കര മേഖലാ സെക്രട്ടറി KP അരുൺ, PK പ്രണവ്, P വിഷ്ണു, യൂനസ്, ലിജിത്, സജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ.